വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ ഒന്നാം പുസ്തകം 7-ാം അധ്യായം. കിരിയാത്ത് യെയാറിം പൗരന്മാർ വന്ന് കർത്താവിന്റെ പേടകം ഉയർത്തി ഗിബയായിലെ അബിനാദാബിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അവന്റെ പുത്രൻ എലെയാസറിനെ കർത്താവിന്റെ പേടകം സൂക്ഷിക്കുന്നതിനായി അവർ വേർതിരിച്ചു നിർത്തി. പേടകം കിരിയാത്ത് യെയാറിമിൽ ഇരുന്നിട്ട് നാളുകൾ ഏറെയായി. 20 വർഷങ്ങൾ കഴിഞ്ഞു. ഇസ്രായേൽ ഭവനം മുഴുവനും കർത്താവിനായി വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ഭവനം മുഴുവനോടുമായി ഇപ്രകാരം പറഞ്ഞു: പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുന്നെങ്കിൽ അന്യദേവന്മാരെയും അഷ്താറോത്തുകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് ബഹിഷ്കരിക്കുവിൻ. നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന്റെ പക്കൽ ഉറപ്പിക്കുവിൻ. അവിടുത്തെ ശുശ്രൂഷിക്കുവിൻ, അവിടുത്തെ മാത്രം. അപ്പോൾ അവിടുന്ന് ഫിലിസ്തീയക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും. അങ്ങനെ ഇസ്രായേലിയർ ബാലുകളെയും അഷ്താറോത്തുകളെയും മാറ്റിക്കളഞ്ഞ് കർത്താവിനെ, അവിടുത്തെ മാത്രം ശുശ്രൂഷിച്ചു. സാമുവേൽ പറഞ്ഞു: ഇസ്രായേൽ മുഴുവനെയും മിസ്പായിലേക്ക് ഒരുമിച്ച് കൂട്ടുവിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവർ മിസ്പായിലേക്ക് ഒരുമിച്ച് കൂടി. അവർ വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം അവർ ഉപവസിച്ചു. ഞങ്ങൾ കർത്താവിനോട് പാപം ചെയ്തു പോയി എന്ന് അവർ അവിടെ വെച്ച് ഏറ്റുപറഞ്ഞു. മിസ്പായിൽ സാമുവേൽ ഇസ്രായേലിയരെ ന്യായപാലനം ചെയ്തു. ഇസ്രായേലിയർ മിസ്പായിലേക്ക് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ കേട്ടു. അവർ ഇസ്രായേൽക്കാരുടെ പക്കലേക്ക് കയറി ചെന്നു. ഇത് കേട്ടപ്പോൾ ഫിലിസ്ത്യർ നിമിത്തം ഇസ്രായേലിയർ ഭയപ്പെട്ടു. ഇസ്രായേലിയർ സാമുവേലിനോട് പറഞ്ഞു: നമ്മുടെ ദൈവമായ കർത്താവ് ഫിലിസ്ത്യ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പക്കൽ യാചിക്കുന്നതിൽ നിന്ന് നിശബ്ദനാകരുതേ. സാമുവേൽ മുലകുടിയുള്ള ഒരു കുഞ്ഞാടിനെ എടുത്ത് കർത്താവിന് സമ്പൂർണ്ണ ഹോമയാഗമായി അതിനെ അർപ്പിച്ചു. സാമുവേൽ ഇസ്രായേലിന് വേണ്ടി കർത്താവിന്റെ പക്കൽ യാചിച്ചു. കർത്താവ് അവന് ഉത്തരമരുളി. സാമുവേൽ ഹോമയാഗം അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്തീയക്കാർ ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധത്തിനായി അടുത്തുകൊണ്ടിരുന്നു. ആ ദിവസം ഫിലിസ്തീയക്കാർക്ക് മേൽ വലിയ ശബ്ദത്തിൽ ഇടിമുഴക്കി കർത്താവ് അവരെ സംഭ്രാന്തരാക്കി. അവർ ഇസ്രായേൽക്കാരുടെ മുന്നിൽ ചിതറിക്കപ്പെട്ടു. ഇസ്രായേൽ പൗരന്മാർ മിസ്പായിൽ നിന്ന് പുറപ്പെട്ട് ഫിലിസ്തീയക്കാരെ ബത്കാറിന് താഴെ വരെ പിന്തുടർന്ന് അവരെ പ്രഹരിച്ചു. അനന്തരം സാമുവേൽ ഒരു കല്ലെടുത്ത് മിസ്പായ്ക്കും ഷേനിനും ഇടയ്ക്ക് സ്ഥാപിച്ചു. അവൻ അതിനെ എബെനേസർ എന്ന് വിളിച്ചു. അവൻ പറഞ്ഞു: ഇവിടം വരെ കർത്താവ് നമ്മെ സഹായിച്ചു. അങ്ങനെ ഫിലിസ്തീയക്കാർ കീഴടങ്ങി. പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ പ്രദേശത്ത് പ്രവേശിച്ചില്ല. സാമുവേലിന്റെ കാലമത്രയും കർത്താവിന്റെ കരം ഫിലിസ്തീയക്കാർക്കെതിരെ ഉണ്ടായിരുന്നു. ഫിലിസ്തീയക്കാർ ഇസ്രായേൽക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത എക്രോൺ മുതൽ ഗത്ത് വരെയുള്ള പട്ടണങ്ങൾ ഇസ്രായേൽക്കാർക്ക് തിരികെ കിട്ടി. അവയുടെ അതിർത്തി മുഴുവൻ ഇസ്രായേൽക്കാർ ഫിലിസ്തീയക്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു. ഇസ്രായേൽക്കാരും അമോരികളും തമ്മിൽ സമാധാനമുണ്ടായി. സാമുവേൽ തന്റെ ജീവിതകാലമത്രയും ഇസ്രായേലിനെ ന്യായവിധി ചെയ്തു. ഓരോ വർഷവും അവൻ യാത്ര ചെയ്ത് ബഥേലും ഗിൽഗാലും മിസ്പായും ചുറ്റിയപ്പോഴെല്ലാം അവൻ ഇസ്രായേലിനെ, അതായത് ഈ സ്ഥലങ്ങളെയെല്ലാം ന്യായപാലനം ചെയ്തിരുന്നു. അനന്തരം അവൻ റാമായിലേക്ക് മടങ്ങിപ്പോയി. കാരണം അവന്റെ വീട് അവിടെയായിരുന്നു. അവിടെ അവൻ ഇസ്രായേൽക്കാരെ ന്യായപാലനം ചെയ്തു. അവിടെ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു. സാമുവേലിന്റെ ഒന്നാം പുസ്തകം 8-ാം അധ്യായം. സാമുവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരായി നിയമിച്ചു. അവന്റെ ആദ്യജാതന്റെ പേര് ജോയേൽ, രണ്ടാമന്റെ പേര് അബിയ. അവൻ ബേർഷെബായിൽ ന്യായാധിപന്മാരായിരുന്നു. പക്ഷേ അവന്റെ പുത്രന്മാർ അവന്റെ മാർഗത്തിൽ ചരിച്ചില്ല. അവർ അന്യായ സമ്പാദ്യത്തിന്റെ പിന്നാലെ നീങ്ങി. അവർ കൈക്കൂലി വാങ്ങുകയും ന്യായം വളച്ചൊടിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി. അവർ റാമായിലേക്ക് സാമുവേലിന്റെ പക്കലേക്ക് ചെന്നു. അവർ അവനോട് പറഞ്ഞു: ഇതാ, അങ്ങ് വൃദ്ധനായി. അങ്ങയുടെ പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗങ്ങളിൽ ചരിക്കുന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ജനതകളെയും പോലെ ഞങ്ങളെ ന്യായം വിധിക്കാനായി
ഞങ്ങൾക്കും ഒരു രാജാവിനെ നിയമിച്ചാലും. ഞങ്ങളെ വിധിക്കാൻ ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞപ്പോൾ സാമുവലിന്റെ ദൃഷ്ടികളിൽ അക്കാര്യം തിന്മയായിരുന്നു. സാമുവൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് സാമുവലിനോട് പറഞ്ഞു, ജനത്തിന്റെ സ്വരം അവർ നിന്നോട് പറഞ്ഞതുപോലെയെല്ലാം നീ അനുസരിക്കുക. എന്തെന്നാൽ നിന്നെയല്ല അവർ തിരസ്കരിച്ചിരിക്കുന്നത്, മറിച്ച് എന്നെയാണ് തങ്ങളുടെ മേൽ രാജാവായിരിക്കുന്നതിൽ നിന്ന് അവർ തിരസ്കരിച്ചിരിക്കുന്നത്. ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരെ സേവിക്കുകയും ചെയ്തു. അങ്ങനെ അവർ എന്നോട് ചെയ്ത പ്രവൃത്തികളെല്ലാം പോലെ തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ സ്വരം അനുസരിക്കുക. എന്നാൽ അവരുടെ മേൽ ഭരണം നടത്തുന്ന രാജാവിന്റെ നടപടിക്രമം അവരോട് വിവരിച്ച് അവർക്ക് കർശനമായി താക്കീത് നൽകണം. തന്നോട് ഒരു രാജാവിനെ ആവശ്യപ്പെട്ട ജനത്തോട് കർത്താവിന്റെ വചനങ്ങളെല്ലാം സാമുവൽ പ്രഖ്യാപിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ മേൽ ഭരണം നടത്തുന്ന രാജാവിന്റെ നടപടിക്രമം ഇതായിരിക്കും. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്കായി മാറ്റി നിർത്തി തന്റെ രഥത്തിനും കുതിരകൾക്കും വേണ്ടി നിയോഗിക്കും. അവന്റെ രഥത്തിനു മുൻപിൽ അവർ ഓടേണ്ടി വരും. അവനായി സഹസ്രാധിപന്മാരും അർദ്ധശതാധിപന്മാരുമായി നിയമിക്കപ്പെടാനും അവന്റെ ഉഴവുചാൽ കീറാനും വിള കൊയ്യാനും അവന്റെ യുദ്ധോപകരണങ്ങളും രഥോപകരണങ്ങളും നിർമ്മിക്കുവാനുമുള്ളവരായിരിക്കും അവർ. നിങ്ങളുടെ പുത്രിമാരെ അവൻ സുഗന്ധ തൈലകാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമായി എടുക്കും. നിങ്ങളുടെ നല്ല വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും എടുത്ത് അവൻ തന്റെ സേവകർക്ക് നൽകും. അവൻ നിങ്ങളുടെ വിത്തുകളുടെയും മുന്തിരിത്തോട്ടങ്ങളുടെയും ദശാംശം ഈടാക്കി തന്റെ ഷണ്ഡന്മാർക്കും സേവകർക്കും നൽകും. നിങ്ങളുടെ ദാസന്മാരെയും പരിചാരികകളെയും നല്ല യുവാക്കളെയും കഴുതകളെയും അവനെടുത്ത് തന്റെ ജോലിക്കായി ഏർപ്പെടുത്തും. അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തെ ദശാംശ വിധേയമാക്കും. നിങ്ങൾ അവന് അടിമകളായി തീരും. നിങ്ങൾക്കായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ നിലവിളിക്കും. എന്നാൽ കർത്താവ് അന്ന് നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. പക്ഷേ സാമുവലിന്റെ സ്വരം അനുസരിക്കാൻ ജനം വിസമ്മതിച്ചു. അവർ പറഞ്ഞു, ഇല്ല, എന്തായാലും ഞങ്ങളുടെ മേൽ ഒരു രാജാവ് ഉണ്ടായിരിക്കണം. എല്ലാ ജനതകളെയും പോലെ ഞങ്ങൾക്കും ആകണം. ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ന്യായപാലനം ചെയ്യണം. ഞങ്ങൾക്ക് മുൻപേ പുറപ്പെടണം. ഞങ്ങളുടെ യുദ്ധങ്ങൾ പൊരുതണം. ജനത്തിന്റെ വാക്കുകളെല്ലാം സാമുവൽ കേട്ടു. അവൻ അവ കർത്താവിന്റെ ചെവികളിൽ ഉണർത്തിച്ചു. കർത്താവ് സാമുവലിനോട് പറഞ്ഞു, അവരുടെ സ്വരം അനുസരിച്ച് നീ അവർക്കായി ഒരു രാജാവിനെ വാഴിക്കുക. ഇസ്രായേൽ പൗരന്മാരോട് സാമുവൽ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ പട്ടണത്തിലേക്ക് പോകുവിൻ. സുഭാഷിതങ്ങൾ 26-ാം അധ്യായം. വേനൽക്കാലത്ത് മഞ്ഞു പോലെയും കൊയ്ത്ത് കാലത്ത് മഴ പോലെയും ഭോഷന് ബഹുമതി അനുയോജ്യമല്ല. പാറിപ്പറക്കുന്ന കുരുവിയെ പോലെയും തെന്നിപ്പറക്കുന്ന മേവൽ പക്ഷിയെ പോലെയും അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൺ, അതുപോലെയാണ് ഭോഷന്റെ മുതുകിന് വടി. നീയും ഭോഷന് സമാനനാകാതിരിക്കാൻ അവന്റെ വിഡ്ഢിത്തത്തിനൊത്തവണ്ണം അവനോട് നീ മറുപടി പറയരുത്. തന്റെ ദൃഷ്ടികളിൽ ഭോഷൻ ജ്ഞാനിയാകാതിരിക്കാൻ അവന്റെ വിഡ്ഢിത്തത്തിനൊത്തവണ്ണം അവനോട് നീ പ്രത്യുത്തരിക്കുക. ഭോഷന്റെ കയ്യിൽ സന്ദേശങ്ങൾ കൊടുത്തയക്കുന്നവൻ കാലുകൾ മുറിച്ചു കളയുന്നവനും അക്രമം സേവിക്കുന്നവനുമാണ്. മുടന്തുമൂലം ഇരുകുറകുകൾ വലിയുന്നു. അതുപോലെയാണ് ഭോഷന്മാരുടെ വായിൽ ആപ്തവാക്യം. ഭോഷന് ബഹുമാനം കൊടുക്കുന്നത് കവിണയിലെ കല്ല് ചീളുപോലെയാണ്. മദ്യപന്റെ കയ്യിൽ മുള്ളു കയറുന്നു. ഭോഷന്മാരുടെ വായിൽ ആപ്തവാക്യവും. വില്ലാളി ഏവരെയും മുറിപ്പെടുത്തിയേക്കാം. ഭോഷനെ കൂലിക്ക് നിർത്തുന്നവനും അലഞ്ഞു തിരിയുന്നവരെ കൂലിക്കെടുക്കുന്നവനും. നായ അതിന്റെ ഛർദിയിലേക്ക് തിരിയുന്നത് പോലെ ഭോഷൻ തന്റെ വിഡ്ഢിത്തം ഇരട്ടിപ്പിക്കുന്നു. സ്വന്തം ദൃഷ്ടികളിൽ ജ്ഞാനിയായ വ്യക്തിയെ നീ കണ്ടിട്ടുണ്ടാകും. അവനേക്കാൾ പ്രതീക്ഷ ഭോഷനാണുള്ളത്. അലസൻ പറയുന്നു, വഴിയിൽ സിംഹമുണ്ട്, തെരുവുകൾക്കിടയിൽ കേസരിയുണ്ട്. കതക് അതിന്റെ ചുഴിക്കുറ്റിയിൽ തിരിയുന്നു. അലസൻ തന്റെ മെത്തയിലും. അലസൻ തന്റെ കൈ പാത്രത്തിൽ ആഴ്ത്തുന്നു, എന്നാൽ അത് തന്റെ വായിലേക്ക് തിരിക്കാൻ അവന് മടുപ്പാണ്. വകതിരിവോടെ പ്രതികരിക്കുന്ന 7 പേരേക്കാൾ അലസൻ സ്വന്തം ദൃഷ്ടിയിൽ ജ്ഞാനിയാണ്. തന്റേതല്ലാത്ത തർക്കത്തിൽ തലയിടുന്നവൻ പായുന്ന പട്ടിയുടെ ചെവികളിൽ കടന്നു പിടിക്കുന്നവനാണ്. തീക്കൊള്ളികൾ, അമ്പുകൾ എന്നിവയും മരണവും ചുഴറ്റിയെറിയുന്ന ഭ്രാന്തൻ എങ്ങനെയോ അങ്ങനെയാണ് തന്റെ അയൽക്കാരനെ ചതിച്ചിട്ട് ഞാൻ തമാശ കാണിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവൻ. വിറകില്ലെങ്കിൽ തീ കെട്ടടങ്ങുന്നു.
ഏഷണിക്കാരൻ ഇല്ലാത്തപ്പോൾ കലഹം ശമിക്കുന്നു. കനലുകൾക്ക് കരി, തീക്ക് വിറക്, അതുപോലെയാണ് ഷണ്ട ജ്വലിപ്പിക്കുന്നതിന് കലഹക്കാരൻ. ഏഷണിക്കാരന്റെ വാക്കുകൾ മൃഷ്ടാനം പോലെയത്രേ, ഉദരത്തിന്റെ ഉള്ളറകളിലേക്ക് അവ ഇറങ്ങുന്നു. മൺകലത്തിനുമേൽ പൂശിയ വെള്ളിമിനുക്ക്, അതുപോലെയാണ് ഹൃദയം ചീത്തയായിരിക്കെ വെട്ടിത്തിളങ്ങുന്ന അധരങ്ങൾ. വിദ്വേഷി അധരം കൊണ്ട് അഭിനയിക്കുന്നു, തന്റെ ഉള്ളിലാകട്ടെ അവൻ വഞ്ചന സൂക്ഷിച്ചിരിക്കുന്നു. അവൻ തന്റെ സ്വരം ഹൃദ്യമാക്കിയാലും അവനിൽ നീ വിശ്വാസമർപ്പിക്കരുത്, കാരണം അവന്റെ ഹൃദയത്തിൽ 7 മ്ലേച്ഛതകളുണ്ട്. വെറുപ്പ് കൗശലം കൊണ്ട് മറയ്ക്കപ്പെട്ടാലും അവന്റെ തിന്മ സമൂഹത്തിൽ വെളിപ്പെടും. കുഴി കുഴിക്കുന്നവൻ തന്നെ അതിൽ വീഴും. താൻ ഉരുട്ടുന്ന കല്ല് തന്നിലേക്ക് തന്നെ തിരിയും. കാപട്യത്തിന്റെ നാവ് തന്റെ ഇരകളെ വെറുക്കും. പ്രീണിപ്പിക്കുന്ന വായ് നാശമുണ്ടാക്കും. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 25 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ ഉണ്ടാകും. കടലിന്റെ ഇരമ്പലും തിരമാലകളും വഴിയുള്ള സംഭ്രമത്താൽ ഭൂമുഖത്ത് ജനതകളിൽ വിഭ്രാന്തിയും. ലോകമാസകലം സംഭവിക്കുന്നവയെക്കുറിച്ചുള്ള ഭയവും ആകുലതയും മൂലം മോഹാലസ്യപ്പെടുന്ന മനുഷ്യരും. എന്തെന്നാൽ ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിവർന്നു നിൽക്കുകയും നിങ്ങളുടെ ശിരസ് ഉയർത്തുകയും ചെയ്യുവിൻ, കാരണം നിങ്ങളുടെ വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നു. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, അത്തിമരത്തെയും മറ്റ് മരങ്ങളെയും നിരീക്ഷിക്കുവിൻ. അവ തളിർത്ത് കാണുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ ഇവ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോകുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോകുകയില്ല. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയം ദുർബലമാകുകയും ആ ദിനം പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് വസിക്കുന്ന എല്ലാവരുടെയും മേൽ അത് ഒരു കെണി പോലെ വരും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാൻ വേണ്ട കരുത്തുണ്ടാകാൻ എല്ലാ സമയവും പ്രാർത്ഥിച്ചുകൊണ്ട് ഉണർന്നിരിക്കുവിൻ. ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രി അവൻ പട്ടണത്തിന് പുറത്തു പോയി ഒലിവുമലയിൽ പാർത്തിരുന്നു. അവനെ കേൾക്കാൻ ജനം മുഴുവൻ അതിരാവിലെ ഉണർന്ന് ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ